അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗസുവിൻ്റെ ചീറൽ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഒരു രസാ. നൗസു ഒന്ന് ചീറിക്ക. ആദർശപരമായി നേരിടാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ആദർശപരമായി നേരിടാൻ കഴിയൂല. എന്താ ആദർശം എൻ്റെ അടുത്തുള്ളതിന്? ആദർശം എൻ്റെ അടുത്ത് വേണ്ടേ? ഇത് മടവൂരിനെ അള്ളാക്കി കൊണ്ട് കിടക്കല്ലേ, പടച്ചോനാക്കി കൊണ്ട് കിടക്കല്ലേ. അങ്ങനത്തെ ആദർശം ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ കൊടുത്ത് എന്തിനാ കള്ളക്കേസ് കൊടുക്കണടാ? കേസ് നല്ല കേസ് തന്നെ കൊടുക്കാണ്ടല്ല എൻ്റെ പേരില്. നല്ല കേസ് തന്നെ കൊടുക്കാല. കള്ളക്കേസ് എന്തിനാക്കണം? ആ ശബ്ദവും ആ പരിപാടിയും നിർത്തിക്കാം എന്ന് പറഞ്ഞ് അണികളെ ഇളക്കിവിട്ട് നിങ്ങൾ കേസിനായി പിന്നെ ഓരോ സ്റ്റേഷനിലും പോയി നിരങ്ങുകയാണെങ്കിൽ ഞങ്ങളെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് ഞങ്ങളെ ചാനൽ പൂട്ടി ഞങ്ങളെ ഉപദ്രവിച്ച് ഭൗതികമായി ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ ഈ മുന്നേറ്റത്തെ തടയാമെന്നാണ് നിയൽവാദിയും കൂട്ടരും വിചാരിച്ചത് എങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഈ ഉലകത്തിൽ അത് നടക്കുകയില്ല. അല്ലാഹു അക്ബർ. ആ ഉലകത്തൊന്നും നടക്കൂല. കള്ളക്കേസ് മോനെ ആരാ കൊടുത്തത്? അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറയുന്നുണ്ട്. കള്ളക്കേസ് കൊടുത്തത് ആരാന്നുള്ളത്. ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. വട്ടൂരികളാ തെയ്യിൽ മുളച്ചത്? വട്ടൂരികളും തെയ്യിൽ മുളച്ചതാണോ? അത് ശരി. ആലങ്കാരികമല്ലാതെ അത് ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ തന്നെയാണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. ആലങ്കാരികമല്ലാതെ നിങ്ങളുടെ ധനബലവും ജനബലവും ഉപയോഗപ്പെടുത്തി ഞങ്ങൾ പരിപാടി കഴിഞ്ഞു വരുമ്പോ നടുറോട്ടിൽ തടഞ്ഞ് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പരിപാടി കഴിഞ്ഞാണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നടു റോട്ടിലിട്ട് കാണ്ട് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച തെളിവുകൾ നിങ്ങളെ കയ്യിലുണ്ട്. ആ തെളിവ് എൻ്റെ കയ്യിലുണ്ടായിട്ട് കുത്തിരിക്കേ. ആ തെളിവ് എൻ്റെ കയ്യിലുണ്ടായിക്കാണ്ട് കുത്തിരിക്കേ. നല്ല കോളായി. എന്നാ നൗസിനെ കാരം തെളിവ് കയ്യിലുണ്ടായിക്കാണ്ട് ഇങ്ങനെ കുത്തിരിക്കണമെങ്കിൽ. പക്ഷേ നിങ്ങളുടെ വധശ്രമത്തിന്റെ പിന്നിൽ, കള്ളക്കേസിന്റെ പിന്നിൽ, അതുപോലെ നിങ്ങളുടെ അക്രമങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിഞ്ഞിട്ടും ഞങ്ങളതൊന്നും തിരിഞ്ഞു നോക്കാതെ, ആരാണ് എന്ന് അറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ പോണ നൗസുവോ? മോനെ നൗസുവോ അങ്ങനെ പറയല്ലേ. അടിസ്ഥാന വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിന് ധൈര്യം തന്നത് ഞങ്ങളുടെ മശായിഖന്മാരാണ്. ഉറപ്പല്ലേ? അതിനും ധൈര്യം തരുമല്ലോ എൻ്റെ കോമാട്ടുചാലിൽ അതും മീനങ്ങാടി സുലൈമാനും. കാരണം നിങ്ങൾ നീയലിന് വെടിവെക്കുന്ന ആൾക്കാരല്ലേ. നീയല് കണ്ടാൽ മതി. നീയല് കണ്ടാ നീയലിന് വെടിവെക്കും. പേരോട് ഉസ്താദിൻ്റെ നീയല് കണ്ടാൽ മതി. നീയല് കണ്ടാൽ തന്നെ വെടിവെക്കും. അത് പേരോടാണ് എന്ന് കണ്ട്, പേരോട് തന്നെയാണ് എന്ന് കണ്ടാണ് വെടിവെക്കും. അങ്ങനത്തെ നിങ്ങളാണ് നിങ്ങൾ. അത് അതിന് പിന്നെ ഉത്തരവ് വിടുക എൻ്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളയും മീനങ്ങാടി സുലൈമാനും തന്നെ. പിന്നെ പിന്നെ പറയേ, നിങ്ങൾക്ക് വല്ലാതൊരാഗ്രഹം ഞങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരണം. അത് വരേണ്ടി വരുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എങ്ങനെയായാലും വരേണ്ടി വരും. അത് വരാതിരിക്കാൻ കഴിയൂലല്ലോ. അതെങ്ങനെ വരാതിരിക്കാൻ കഴിയുക? നിങ്ങൾ ഞങ്ങളെ പേരിൽ കേസ് കൊടുത്ത് ഇഷ്ടം പോലെ കേസുകൾ കിടക്കുന്നില്ലേ? പിന്നെ നിങ്ങൾ വരല് നിർബന്ധമല്ലേ? ആ ആഗ്രഹം തിരിച്ച് ഞങ്ങൾക്ക് ഉണ്ടായാൽ എന്താവും അവസ്ഥ? തിരിച്ചിങ്ങൾക്ക് ഉണ്ടായാൽ എന്താവും അവസ്ഥ എന്നോ? തിരിച്ചിങ്ങൾക്ക് ഇല്ലല്ലേ. ഈ പണി മുഴുവനും തുടങ്ങി വെച്ചത് ആരാടാ? ഈ കേസും കൂട്ടായിട്ട് തുടങ്ങി വെച്ചത് ആരാ? ഉഷാദെ, ആരാ തുടങ്ങി വെച്ചത്? അതൊക്കെ എല്ലാവർക്കും കഴിയണ കാര്യമാണ്. നിയൽവാദിയെ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്താനോ അതിന്റെ അപ്പുറമുള്ള കൃത്യമായ കാര്യങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾ കള്ളക്കേസല്ലേ കൊടുക്കുക? ആയിക്കോട്ടെ. നീയൽവാദി എന്ന് പറയുന്നത് ഞങ്ങളുടെ മൗലാന പേരോട് ഉസ്താദിനെയല്ലേ. പേരോട് ഉസ്താദിനെ അനക്ക് സ്റ്റേഷനിൽ കടത്താൻ, അതല്ലെങ്കിൽ ജയിലിലേക്കോ സ്റ്റേഷനിലേക്കോ വിളിച്ചു വരുത്താൻ തെളിവുണ്ടായിട്ട് നീ അതിന് ഒതുങ്ങി കുത്തിരിക്കുക. അനക്കുന്ന നൗസാദ് എന്ന് അവരെ പേരുണ്ട്. അപ്പോൾ മനസ്സിലായ എനിക്ക്? അങ്ങനെ ചെറിയതായിട്ട് എനിക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയാൽ മതി. എന്നാച്ച് പിന്നെ അതിനാണ് മെനക്കെടുള്ളൂ. പക്ഷേ ഒന്നും കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരിക്കാൻ നൗസുവോ? മോനെ നൗസുവോ, വെറുതെ കണകുണ വർത്താനം പറയല്ലേ. കള്ളക്കേസല്ലേ കൊടുക്കുക? 60 ഗുണ്ടകൾ വന്ന് ഇരച്ചു കയറിയതാണ്.
സംഭവം അങ്ങനെ തന്നെയല്ലേ. 60 ഗുണ്ടകൾ വന്ന് ഇരച്ചു കയറി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ മാത്രമുള്ളടത്ത് കാണിച്ച് കയറി ചെന്നിക്കണതേ. പെണ്ണുങ്ങൾ മാത്രമുള്ളടത്തേക്ക് 4-5 പെണ്ണുങ്ങളുള്ളടത്തേക്ക് ചെന്നിട്ട് പിന്നെ 60 ഗുണ്ടകൾ എൻ്റെ ഈ ആദ്യ കോലത്തിൽ അങ്ങോട്ട് കയറി ചെന്ന ആ ഗുണ്ടകൾ തന്നെയല്ലേ പറയാം. എന്നാ ഇനിയോ ബാക്കിയെന്ന് പറഞ്ഞാൽ ബാക്കി ഞങ്ങൾ കൊടുക്കുന്നതോ കറക്റ്റ് തെളിവിന്റെ അടിസ്ഥാനത്തിലാവും. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ സമയം ഉണ്ടാവില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാലോ. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാലോ. ഓനേ ഒരു വർഷം മുമ്പ് എൻ്റെ പേരിൽ തന്നെ ഇഷ്ടം പോലെ കേസ് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വരുന്ന വോയിസുകളും അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന വോയിസുകൾ എന്ത് ചെയ്യുക, റെക്കോർഡാക്കിക്കുക. വാട്സപ്പിൽ വരുന്ന വോയിസുകളൊക്കെ വേറൊരു ഫോണിലേക്ക് റെക്കോർഡാക്കുക. മാത്രമല്ല അതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് വേണ്ട ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇതുപോലെ തന്നെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തിക്കുക. എൻ്റെ പേരിലും എന്നെ മാത്രമല്ല വേറെയും കുറേ ഉസ്താദുമാരുടെ പേരിൽ ആരാ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്, ഇവൻ്റെ ഷെയ്ഖും ഷെയ്ഖിൻ്റെ ഭാര്യ അടക്കമുള്ളവർ. ഞങ്ങളിവിടെ കാര്യം പറഞ്ഞതാണ്. ഓൻ പറഞ്ഞു മുസ്ലിം വനിതകൾ ഞങ്ങൾ ഷെയ്ഖിൻ്റെ ഭാര്യയെ പോലത്തെ ആളുകൾ ആരാ ഇവിടെയുള്ളത്, അതുപോലെയാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇസ്ലാമി പെണ്ണുങ്ങൾ അങ്ങനല്ല നടക്കേണ്ടത്, ഈ രൂപത്തിലല്ല നടക്കേണ്ടത്, കൈയും കാലും മുഖവും വെളിവാക്കിയിട്ടല്ല നടക്കേണ്ടത്. അവർ മുഖവും മറക്കണം, കൈയും മറക്കണം, കാലും മറക്കണം. അങ്ങനെ മുഴുവനും അന്യപുരുഷനെ തൊട്ട് ഔറത്താണ് മുസ്ലിം വനിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ പരിഹസിച്ചു എന്നും അവളെ ശരീരത്തിൻ്റെ മറ്റത് പറഞ്ഞു എന്നും പറഞ്ഞ് അതെല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളെ ഒതുക്കാമെന്ന് വിചാരിച്ചു അവൻ. പക്ഷേ നടന്നില്ല. അങ്ങനെ ഞങ്ങൾ കയറുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ഷെയ്ഖും ഷെയ്ഖിൻ്റെ ഭാര്യയും ഇതുപോലെ എല്ലാവരും അവിടെ വരേണ്ടി വരും. ഉറപ്പല്ലേ? ഞങ്ങൾ ഒരു തമ്മാടിത്തരവും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്തിനു വേണ്ടിക്കൊണ്ടാണ് ഇവൻ കൊണ്ടുപോയി കൊടുത്തതറിയോ? ഞങ്ങളുടെ ശബ്ദങ്ങൾ ഇല്ലാതെയാക്കാൻ, ഈ യൂട്യൂബിൽ വരുന്ന ശബ്ദങ്ങൾ ഇല്ലാതെയാക്കാൻ, പരസ്യമായി പറയുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടിക്കൊണ്ട് ചെയ്ത പണിയാണ്. പേടിപ്പിച്ച് നോക്കിയതാണ് മോനെ. ഇതൊന്നും നടക്കൂല കേട്ടോ. ഞങ്ങളുടെ നേതാവ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് 95ഓളം വയസ്സായിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഇപ്പോഴും നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അത് നീ മനസ്സിലാക്കിക്കോ. നിനക്കല്ലേ എല്ലാം കുട്ടിക്കളിയാക്കി മാറ്റുന്നത്, നീയല്ലേ എല്ലാം കുട്ടിക്കളിയാക്കി മാറ്റുന്നത്. നിന്റെ ശബ്ദം മാത്രമാവണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അത് തന്നെയായിരുന്നു നീ ഈ സംഘടനയിൽ നിന്ന കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. നിന്റെ ശബ്ദം മാത്രമായിരിക്കണമെന്നായിരുന്നു. പക്ഷേ അതിവിടെ കാന്തപുരം വിഭാഗത്തിൽ നടന്നില്ല. എടുത്തെറിഞ്ഞപ്പോൾ അവിടെ പോയിട്ടും നീ ചിന്തിക്കുന്നത് നിന്റെ ശബ്ദമായിരിക്കണം കേരളത്തിൽ എന്നാണ്. പക്ഷേ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല മോനെ. ആയതുകൊണ്ടാണ് നീ കേസുകളും മറ്റും കൊടുത്ത് ഞങ്ങളെ ഒതുക്കാമെന്ന് ശ്രമിക്കുന്നത് അല്ലേ? അതിന് ഞങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളും കയറേണ്ടി വരും. പിന്നെ കള്ളക്കേസ് കൊടുത്തു എന്നുള്ളത്, കള്ളക്കേസിൽ ഏറ്റവും വലിയ വിദഗ്ധനായ നീ എത്രയാണ് പേപ്പറുകൾ എന്നറിയോ? സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ ഞാൻ വാട്സപ്പിൽ വിട്ട ഓരോ വോയിസുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് കണ്ട് കൊടുത്തിക്കുക. വിട്ട വോയിസുകൾ ഫോട്ടോസ്റ്റാറ്റ് ചെയ്തിക്കുക, ആ ഭാഗം ഫോട്ടോസ്റ്റാറ്റ് ചെയ്തിക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ ഏൽപ്പിച്ചിക്കുക. ഇങ്ങനെ എത്ര കേസുകൾ, എന്തെല്ലാം. പക്ഷേ ഞങ്ങൾ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തിൽ നീയും നിന്റെ ഷെയ്ഖും ഷെയ്ഖിൻ്റെ കുടുംബവും ഒക്കെ വരേണ്ടി വരും. അങ്ങനെ എല്ലാം കഴിച്ചിലാവൊന്നുമില്ല. കേസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ FIR എഴുതി കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണോ പ്രതിയും വാദിയും ആരൊക്കെയാണോ അവരൊക്കെ വരേണ്ടി വരും. മനസ്സിലായോ? എല്ലാവരും വരേണ്ടി വരും. ഒരാൾ പെരി കുത്തിരുന്ന് കണ്ട് നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ നടക്കൂല മോനെ, നടക്കൂല. അത് മനസ്സിലാക്കിക്കോളിയും.
പറഞ്ഞു കൊടുത്തണു, എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പരമാവധി കേസ് അങ്ങ് കൊടുത്തേക്ക്. കാരണം അവസരം കിട്ടിയ കേസേറ്റ് പോകുന്നത് ആരാന്നുള്ളത് ഞങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് ശരിക്കും അറിയും ചെയ്യാം. ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ കളിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കും അറിയാം. അതിനായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് ശരിക്ക് മറ്റേ നമ്മളെ കവറുണ്ടല്ലോ, കവറിലാക്കിയിട്ട് മേശപ്പുറത്ത് ഞങ്ങൾ പോയി നോക്കുമ്പോൾ അബ്ദുൽ നാസർ മഅദനിക്കുണ്ടായിരുന്ന കാര്യം അക്കോലത്തിൽ കേസുകൾ അത്ര ഫയലുകൾ ഇവർ എടുത്തുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞങ്ങൾ കണ്ടതാ, കണ്ണുകൊണ്ട് കണ്ടതാ പറഞ്ഞത്, പോയി കണ്ടതാ പറഞ്ഞത്. പക്ഷെ അവിടെ ഞങ്ങൾ ഊർജവത്തോടുകൂടെ ആണത്വത്തോടുകൂടെ സംസാരിച്ചു. ഞങ്ങൾ സംസാരിക്കലോടുകൂടെ ബോധ്യപ്പെട്ടു അവർക്ക്. ഞങ്ങളുടെ നേതാവിനെ പറയുകയോ അവര് ഞങ്ങളെ നേതാക്കന്മാരെ പറയുമ്പോൾ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരെ പറയും. എന്നാൽ പിന്നെ സ്ത്രീയുടെ ഫോട്ടോ മറ്റുമൊക്കെ വരുന്നത് അത് ചക്ക മുറിക്കുമ്പോൾ കുരുപെടാതിരിക്കൂല എന്നതുപോലെയാണ്. എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ഇപ്പോൾ അവരുടെ പേരിൽ വന്ന കേസ് എന്താ? അണ്ടോണ ഉസ്താദിന്റെ വീട്ടിലുള്ള ഭാര്യ പെൺകുട്ടികൾ കൂക്കി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കൂക്കി വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോ പുറത്തുവിട്ടു. അവിടുത്തെ പെണ്ണുങ്ങൾ കൂക്കി വിളിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടു. കേസ് കൊടുക്കൂലേ അവര് കേസ് കൊടുക്കൂലേ? ആ പെണ്ണുങ്ങൾ കൂക്കി വിളിക്കുന്നത് പുറത്തുവിട്ട്, കൂക്കി വിളിച്ച പെണ്ണെന്താണ്, ചെറിയൊരു അപസ്മാരോ കാര്യങ്ങളോ എന്തോ ഉള്ള ഒരു പെൺകുട്ടിയെന്ന് തോന്നുന്നുണ്ട്. അത് പിന്നെ വീഡിയോ സഹിതം പുറത്തു വിട്ടപ്പോൾ അവർ കേസ് കൊടുക്കൂലേ? ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തത് എന്തിനറിയോ? ഓൻ്റെ ഷെയ്ഖിൻ്റെ ഭാര്യനെ പിന്നെ ഫോട്ടോ പുറത്തു വിട്ടു പറഞ്ഞിട്ട്. ഷെയ്ഖിൻ്റെ ഭാര്യൻ്റെ ഫോട്ടോ പുറത്തു വിട്ട് എന്തിനു വേണ്ടിയിട്ടറിയോ? ഇവൻ പ്രസംഗിച്ചതാണ്, ഇതുപോലെയാണ് നടക്കേണ്ടത്. ഞങ്ങൾ ഷെയ്ഖിൻ്റെ ഭാര്യയെ പോലത്തെ ഭാര്യമാര് വനിതകൾ സ്ത്രീകളുടെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ആയിഷ ബീവിയുടെ സ്ഥാനത്തേക്ക് കൊടുന്ന് പ്രസംഗിച്ചപ്പോൾ അത് ശരിയല്ല. ഞങ്ങൾ ശരിക്കും അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞ എന്താണ്, ഈ രൂപത്തിലല്ല നടക്കേണ്ടത്, ഇതാണ് അവൻ്റെ ഷെയ്ഖിൻ്റെ ഭാര്യ, അതാ ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ അവളുടെ മറ്റു വർണ്ണങ്ങൾ, അവളുടെ ശരീരവർണ്ണങ്ങളിലേക്കല്ല ഞങ്ങൾ കയറിയത്. അല്ലെങ്കിലും നിങ്ങൾ കേസ് കൊടുക്കുന്നെങ്കിൽ എന്താണോ പുതുമ? ഒക്കെ ജന്നെ പറയാം ഇപ്പൊ അതും തന്നെ പറയട്ടെ. നിങ്ങൾ കേസ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ എന്താ പുതുമ തോന്നും, അതും അവൻ തന്നെ പറയുന്നു. നിങ്ങൾ ആർക്കെതിരെ കേസ് കൊടുത്ത ആളാ? ആർക്കെതിരെ കൊടുത്തിക്കണത് അന്ന് പറഞ്ഞ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, ഈ രണ്ട് മഹാന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് അവരെ കോടതി കയറ്റാൻ ശ്രമിച്ച നിങ്ങൾക്ക് ഇനി അവരെ ആദർശം പറയുന്ന ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ പേടിയുണ്ടാകുക? അവരെ ആദർശിച്ച് പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അവരെ ആദർശമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ എനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിക്കൊണ്ട്, സ്റ്റേജ് കെട്ടാൻ വേണ്ടിക്കൊണ്ട്, 4 കുട്ടികൾ മുന്നിൽ വന്ന് കിട്ടാൻ വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യാണ് അവരെ ആദർശം എന്ന് പറയാണ്. അത് അവരെന്നെ തെളിയിക്കും, അത് അവരെന്നെ പറയുന്നുണ്ട്. ഇത് ഞങ്ങളൊപ്പം വരും വേണ്ട, നേർക്ക് നേരെ ഞങ്ങളെ നേതാവ് ശംസുൽ ഉലമനെ പറഞ്ഞ് ഇവൻ ഞങ്ങൾ ആദർശം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആ തൊലിച്ച് ഞങ്ങൾക്ക് വേണ്ട എന്ന് MT അബൂബക്കർ ദാരിമി തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ കള്ളക്കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിലും ശംസുൽ ഉലമൻ്റെ പേരിലും ധൈര്യമുണ്ടോ? നിന്നെ വെല്ലുവിളിക്കാണ്. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിലും ശംസുൽ ഉലമയുടെ പേരിലും കാന്തപുരം വിഭാഗം ഒരു കേസ് കൊടുത്ത് FIR തെളിയിക്കാൻ നിന്നെ വെല്ലുവിളിക്കാണ് നൗഷാദേ. തൊള്ളപ്പുട്ട് പോരാ. തെളിവുണ്ടെങ്കിൽ ഹാജരാക്ക്. എൻ്റെ തൊള്ളപ്പുട്ട് പോരാ. തൊള്ളപ്പുട്ട് നമുക്ക് പലതും പറയാം. തൊള്ളപ്പുട്ടനല്ലേ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. തൊള്ളപ്പുട്ട് പോരാ. അനക്ക് തെളിവുണ്ടോ? ധൈര്യമുണ്ടോ? ആൺകുട്ടിയായി പറഞ്ഞവനാണോ? ഹരാരായ ജന്മത്തിലുണ്ടായതാണോ? ഒരൊറ്റ തള്ളക്ക് പറഞ്ഞവനാണോ? ഒരൊറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ധൈര്യമുണ്ടോ നിനക്ക് തെളിയിക്കാൻ? കാന്തപുരം വിഭാഗം കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിലും ശംസുൽ ഉലമയുടെ പേരിലും കേസ് കൊടുത്ത ഒരു തെളിവ് ഹാജരാക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്നെ വെല്ലുവിളിക്കാണ്. ധൈര്യമുണ്ടോ ഇങ്ങോട്ടെ? നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരെ അനന്തരങ്ങൾ ഈ പറയണത്?
ഞങ്ങൾ പറയുന്ന അനന്തരം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരം നിങ്ങൾ പറയുന്നതോ ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ കള്ളക്കേസ് വരെ നിങ്ങൾ ചിന്തിച്ചല്ലോ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അനന്തരക്കാരാണ്. മോനെ നൗഷാദേ, കള്ളക്കേസൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ഇഷ്ടം പോലെ കേസ് കൊടുക്കേണ്ട വാക്കുകൾ നിന്റെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ യൂട്യൂബിൽ സംസാരിച്ചതും വാട്സപ്പിൽ സംസാരിച്ചതും നീ കേസാക്കി കൊണ്ടുപോയി കൊടുത്തല്ലോ. നിന്റെ ഷെയ്ഖിൻ്റെ ഭാര്യ അടക്കമുള്ളവരൊക്കെ കേസാക്കി കൊണ്ടുപോയി കൊടുത്തല്ലോ, കൊണ്ടുപോയി കൊടുപ്പിച്ചല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നിന്റെ പ്രസംഗവും കുഞ്ഞേമീൻ്റെ പ്രസംഗവും അബ്ദുസമദിൻ്റെ പ്രസംഗവും പിന്നെ പമ്പൈസിൻ്റെ പ്രസംഗവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. യഥാർത്ഥ രൂപത്തിൽ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളെ നേതാക്കന്മാരതിന് മെനക്കെടുകയാണെങ്കിൽ ഉണ്ടല്ലോ, നേതാക്കന്മാരെനിക്ക് അതിന് മെനക്കെടുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് അവിടെ റൂം എടുത്ത് കൂടേണ്ടി വരും. സ്റ്റേഷനിൽ ഇത് റൂം എടുത്ത് കൂടേണ്ടി വരും. അറിയാം വർത്താനം. അനന്തരക്കാരെ പണി അതാ. അമ്പിയാക്കന്മാർ ഒരു നബി വേറൊരു നബിക്ക് കള്ളക്കേസ് കൊടുക്കലേ ഇത് പണി? ഒരു അമ്പിയ വേറൊരു അമ്പിയക്ക് കേസ് കൊടുക്കലായിരുന്നല്ലോ പണി. എന്ത് അനന്തരമാ നിങ്ങൾ പറയുന്നത്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ വന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കേസ് കൊടുക്കലായിരുന്ന പോലെ പണി. അപ്പൊ നിങ്ങളും ഈ മശായിഖും ഇമാമിങ്ങളും അമ്പിയാക്കളും തമ്മിൽ ഒരു ബന്ധവും. ഇതൊക്കെ മോയന്തേ ഞങ്ങൾ എന്നോട് അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്. എൻ്റെ പേരിൽ ഇപ്പോഴല്ലേ ഒരു കേസ് വന്നത്? ഞങ്ങൾ കൊടുത്തതും അല്ലത്. അത് അതിൻ്റേതായ ആ വീട്ടുകാർ എന്ത് ചെയ്തതാണ്? ആ വീട്ടിലുള്ള സഹോദരിയെ നീ അത്രയും മോശമാക്കിയാണ്ട് സംസാരിച്ചപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് കൊടുത്ത കേസാണത്. സംഘടന കൊണ്ടുപോയി കൊടുത്ത കേസൊന്നുമല്ല, പ്രസ്ഥാനം കൊണ്ടുപോയി കൊടുത്ത കേസൊന്നുമല്ല. അത് അവരുടെ ഭാര്യയെ, ഇപ്പം എൻ്റെ ഭാര്യയെ മോശമാക്കി കഴിഞ്ഞാൽ ഞാനല്ലേ കൊടുക്കുക എന്നതുപോലെ ആ ഭാര്യയുടെ അസുഖത്തെ പരിഹസിച്ചപ്പോൾ അവർ കൊടുത്ത കേസാണത്, പ്രസ്ഥാനം കൊടുത്ത കേസൊന്നുമല്ല. എന്നാൽ ഇത് ഞങ്ങളെ പേരിൽ എൻ്റെ കുരുവട്ടൂരികൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എന്താണ് സാവിയത്ത് സൂഫിയ എന്ന പേരിലാണ് ഞങ്ങളുടെ പേരിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അറിയാൻ വർത്താനം. ഇത് ആ ജാതി മുങ്ങലല്ല. ഞങ്ങളിപ്പോൾ അതിനെ പറ്റിയൊന്നും പറയാതിരിക്കുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോ എടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ കൊടുത്തില്ലടാ ഇത് കേസ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോ എടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ കോമാട്ടുചാലിൽ അതുവരെ സ്റ്റേഷനിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ കുത്തിരുന്ന കേസ് ഉണ്ടായിട്ടില്ലേ? ആരോടെ പറയുന്നത്? ഞങ്ങൾ ഞങ്ങളിത് മിണ്ടാതിരിക്കുകയാണ്. ഞങ്ങളിതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. രാവിലെ അവൻ്റെ ഷെയ്ഖാണ് പോയി കുത്തിരുന്ന് വൈകുന്നേരം വരെ കുത്തിരുന്നു. എന്തേ? അതൊരു വിധിയായി കിട്ടാൻ വേണ്ടിക്കൊണ്ട്. കാരണം എന്താ? റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫോട്ടോ എടുത്തു എന്നുള്ള കേസ്. ആ കുട്ടികളെ ഫോണും കുന്തവും കുടച്ചക്രം മുഴുവനോട് വാങ്ങിച്ചില്ലേ? എന്താ മനസ്സിലാക്കിയത്? ഇതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റാന്നാ? എന്നിട്ട് നമ്മളെ പേരിൽ എൻ്റെ പേരിലൊക്കെ കൊടുത്തിക്കണ എന്താ അറിയോ? എൻ്റെ പേരിലൊക്കെ മറ്റേ വേറൊരു മൂല്യ ഒരാളെ പേരിൽ കൊടുത്തിക്കണ കേസ് എന്താ അറിയോ? പിന്നെ എന്തോ ഒരു തമാശ പറഞ്ഞതിൻ്റെ പേരിലാണ് FIR ഇട്ടത്. ഇതൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയ പണിയാ, ഇവരുടെ പണിയാണ് ഇതൊക്കെ. എന്നിട്ടോ നമ്മളെ പേരിലോ വെച്ചിട്ടുക. അതൊന്നും നടക്കൂല കുട്ടിയെ. ഇത് കാലം മാറി. എല്ലാവർക്കും എല്ലാ ആളുകൾക്കും അറിയാം. പോലീസുമാരും പൊട്ടന്മാരും നല്ല, ഓർക്കും അത്യാവശ്യം ബുദ്ധിയും തൻ്റെ ഇടക്കുണ്ട്. ഓലും തന്നെ കണ്ടറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇത് പറയുന്നത് എന്താണ്, ഈ കാട്ടുന്നത് എന്താണ് എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട് കാരണം ഞങ്ങൾ പറയുന്നത് എന്താ? ഇജ് പറയുന്ന കാര്യങ്ങൾ ഗണ്ണിക്കുക ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇജ് പറയുന്ന കാര്യങ്ങളെ ഗണ്ണിക്കുക ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. വേറൊന്നും ഞങ്ങൾ ചെയ്യണില്ല. അതിൻ്റെ പേരിലാണ് ഇജ് പോയി കേസ് കൊടുത്തത്. ഇജ് പറയുന്ന എന്താണ്? ഇപ്പം സ്ത്രീകൾ ഞങ്ങളെ ഷെയ്ഖിൻ്റെ നേതാവിൻ്റെ പിന്നെ ഭാര്യമാരെ പോലെയാവണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പറഞ്ഞ എന്താണ്? ഞങ്ങളിതിനെ ഗണ്ണിച്ച് ഇതുപോലെയല്ല. ഔറത്ത് മറച്ചു പോവണം, മുൻകൈയും മുഖവും കൈകാലുകളൊക്കെ മറക്കണം. അന്യപുരുഷനെ തൊട്ട് സ്ത്രീകൾ മുഴുവനും ഔറത്താണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ നിയമവും. ആ നിയമമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ നിയമം ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? അങ്ങനല്ല,
മുഖം വെളിവാക്ക, കൈ വെളിവാക്ക, കാല് മുട്ടുവരെ വെളിവാക്ക എന്ന് പലതും പ്രസംഗിച്ചില്ലേ, എൻ്റെ സമ്മതം പ്രസംഗിച്ചില്ലേ? എന്നിട്ട് വലിയ വർത്താനം പറയാം, പോടുന്ന എൻ്റെ പണി നോക്കിയിട്ട്.